കോയിക്കൽ ഭാഗ് LPS എന്നാണ് അതിന് പറയുന്നത്. അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. നാരായണപിള്ള സാറ്, ഗോപാലൻ നായർ സാറ്, കുഞ്ഞുകുട്ടിപ്പിള്ള സാറ്, അതുപോലെ മറിയാമ്മ സാറ്, കാർലോസ് സാറ്, ഇങ്ങനെ ഒരുപാട് അധ്യാപകർ വളരെ സ്നേഹമുള്ള, നന്നായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പോൾ ഈ ഗോപാലൻ നായർ സാറ് പാഠപുസ്തകത്തിലല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കും. വഞ്ചിപ്പാട്ട് പഠിപ്പിക്കുന്നതിന് ഞങ്ങളോടൊക്കെ മടൽ കൊണ്ട് നൈമ്പുണ്ടാക്കി കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ബെഞ്ച് വെളിയിൽ ഇറക്കിയിട്ടിട്ട് ഞങ്ങളെ അതിൻ്റെ പുറത്ത് കയറ്റി തിത്തിത്താരാ തിത്തിത്തി എന്നിങ്ങനെ വഞ്ചിപ്പാട്ട് പഠിപ്പിക്കുന്നതായിരുന്നു. അതുപോലെ നാരായണപിള്ള സാറ് കടലാസ് കൊണ്ട് രൂപങ്ങൾ, ഇവിടെ അപ്പുറത്ത് നല്ല കുഴമണ്ണുണ്ട്, എല്ലാ നിറത്തിലുമുള്ള, കറുത്ത, ചുമന്ന എല്ലാ നിറത്തിലുള്ള മണ്ണുണ്ട്. ഞങ്ങളെ ചെളി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് രൂപങ്ങൾ ഉണ്ടാക്കിക്കും. അപ്പോൾ ഈ DPEP ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ അന്ന് ദീർഘവീക്ഷണമുള്ള അധ്യാപകർ, ഞങ്ങളുടെ അധ്യാപകർ ഇതൊക്കെ ചെയ്തിരുന്നു. അത് വലിയൊരു ഓർമ്മയായിട്ട്. പിന്നെ കളിക്കാനുള്ള സ്ഥലമാണ്. അന്ന് എല്ലാ കളിയുണ്ട്. കോലി കളിയുണ്ട്, പഞ്ചീസ് കളിയുണ്ട്, ഇറ്റിയാനയും കളിയുണ്ട്, ക്ലാസ് കളിയുണ്ട്, കരിയിലപ്പന്ത് കളിയുണ്ട്, കിളിത്തട്ട് കളിയുണ്ട്, കല്ല് കളിയുണ്ട്. ഇങ്ങനെ കളികളൊക്കെ അന്ന് പിള്ളേർ കളിക്കും. ഈ 5ാം ക്ലാസ് വരെ ഞാൻ ഓലക്കുടയായിരുന്നു അന്ന് മഴക്കാലത്ത്. കുട വേണമെന്നുണ്ടെങ്കിൽ, വാഴയിലോ ചേമ്പലൊന്നും അല്ലാതെ കുട വേണമ്പോൾ ഓലക്കുടയാണ്. പിന്നീട് ദൂരെ പഠിക്കാൻ പോയപ്പോഴാണ് നമ്മൾ മറ്റേ ശീലക്കുട ഉപയോഗിച്ച് തുടങ്ങിയൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെ അടുത്തൊരു മുറുക്കാൻകടയുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ പല്ലിമിഠായിയും നാരങ്ങ മിഠായി അതുപോലെയുള്ള മിഠായികളൊക്കെ വാങ്ങിക്കും, പെൻസിൽ വാങ്ങിക്കും. ഇടയ്ക്കൊക്കെ സർക്കസുകാരൻ വന്നിട്ട് അത്ഭുതങ്ങൾ കാണിക്കും. ഇങ്ങനെ ഒരു കുട്ടിക്കാലമാണല്ലോ നമ്മുടെ ഒരു കുട്ടിക്കാലത്തിന് ഒരുപാട് ഓർമ്മകൾ. ആർപ്പോ കാറ്റു വന്നൊരു കൂട്ടുകാരവൻ എവിടെ പോയി, കൂട്ടുവന്നൊരു കൂട്ടുകാരൻ എവിടെ പോയി, അവിടെ പോയി. കാറ്റു വന്നൊരു കൂട്ടുകാരൻ എവിടെ പോയി, അവിടെ പോയി, എവിടെ പോയി, അവിടെ പോയി, എവിടെ ഉപരികുന്നെന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത്. ഇത് ഇങ്ങനെ ഈ കുന്നിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ചുറ്റുമല കാണാം, ഇങ്ങോട്ട് നോക്കിയാൽ ശാസ്താംകോട്ട കാണാം. ഇവിടെ ഇങ്ങനെ പല കുന്നുകളായിട്ടാണ്, നെൽപ്പരക്കുന്ന്. അപ്പോൾ ഇവിടെ ഏത് സമയത്ത് കയറിയാലും ഇങ്ങനെ കാറ്റുണ്ട്. ഇതിനകത്തൊരു വലിയൊരു കിണറുണ്ട്. സാമാന്യത്തിലധികം ഈ പൊക്കത്തിലാണെങ്കിൽ, ഇത്രയും ഉയരത്തിലാണെങ്കിൽ അവിടെ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും. ഭരണിക്കാവിലുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടർ അദ്ദേഹത്തിന് ഹോമിയോപ്പതി മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം ഇവിടെ വന്ന് എടുക്കും. അത്ര ശുദ്ധമായ ജലമാണ്. കുട്ടിക്കാലത്ത് ഇടവേളകളൊക്കെ വരിക, പരീക്ഷ വരുമ്പോൾ ഒഴിഞ്ഞിരുന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ വരിക. പിന്നെ മറ്റു രീതിയിലുള്ള കൊച്ചു സ്വകാര്യങ്ങൾ, കൗമാര പ്രായത്തിൻ്റെ, യൗവന പ്രായത്തിൻ്റെയൊക്കെ ആ രീതിയിലുള്ള കൗതുകങ്ങളൊക്കെ പങ്കിടാനുള്ള അടുത്ത സുഹൃത്തുക്കൾ വന്നിരുന്ന് വർത്തമാനം പറയുക. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഞാൻ ഉപരികുന്നെന്ന് പറഞ്ഞ ഒരു വളരെ വ്യത്യസ്തമായ ഒരു നരവംശാസ്ത്ര നോവൽ, പൊടിച്ചി എന്നുള്ള നോവലിന് ശേഷം ഉപരികുന്നെന്നുള്ള നോവൽ എഴുതി. അപ്പോൾ അതിൻ്റെ ഭൂമിക എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ കുന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്തുള്ള പുഴ പറഞ്ഞിട്ടുണ്ട്, കായൽ പറഞ്ഞിട്ടുണ്ട്, ഈ കിണർ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സ്വീകാര്യക്കാരൻ, ദേവസ്വം ഓഫീസറായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ആളാണ് ആ ഉപരികുന്നിലെ കഥാനായകൻ. ബാക്കിയൊക്കെ അതിൻ്റെ മെറ്റഫോറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. 7 തൊടിയുള്ളൊരു കിണർ. ഇവിടെ ഒടുവിലത്തെ അത്താഴ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഈ ശ്രീകാര്യക്കാരൻ മാത്രമാകുമ്പോൾ ഓരോ തൊടിയും തുറന്ന് അപരിചിതമായ വലിയൊരു ലോകം കാണുന്ന രീതിയിൽ 7 വ്യത്യസ്തമായ അനുഭവ മണ്ഡലങ്ങൾ കൊണ്ടുവരുന്ന ഒരു നോവലാണ് ഉപരികുന്ന്. ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്നത് പോലെ നാട് വിട്ട് ജോലിക്കായിട്ട് പലയിടത്തും അലഞ്ഞിരിഞ്ഞ് വരേണ്ടി വന്നാലും തിരിച്ചിവിടെ വന്ന് കല്ലടയാറ്റിലൊന്ന് മുങ്ങിക്കുളിക്കുകയോ ഈ പരിസരത്ത് വന്നൊന്ന് ഇരിക്കുകയോ ചെയ്താൽ എനിക്കൊരു പുനർജന്മം കിട്ടുന്നത് പോലെയാണ്. ആ രീതിയിലാണ് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർമ്മയുമായിട്ട് ഈ സ്ഥലവുമായിട്ടുള്ള എൻ്റെ ബന്ധം. എൻ്റെ അമ്മയെപ്പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കല്ലടയാറ്. എൻ്റെ അബോധസ്മൃതികളിലും അല്ലാതെയൊക്കെ തന്നെ അതിൻ്റെ ഒരു താരാട്ട്, അതിൻ്റെ അനുഗ്രഹങ്ങൾ, അതിൻ്റെ ശാസന. കല്ലടയാറെന്ന് പറയുമ്പം അമ്മയാണ്, കൂട്ടുകാരിയാണ്, അപ്പൂപ്പനാണ്, സങ്കല്പത്തിലുള്ള കാമുകയാണ്. പണ്ടൊക്കെ തുലാവർഷത്തിനും ഇടവപ്പാതിക്കും വലിയ വെള്ളപ്പൊക്കമുണ്ട്. മല അങ്ങനെ തന്നെ, മരങ്ങളൊക്കെ ഇങ്ങനെ മലരിയിലൊക്കെ എഴുന്നേറ്റ് നിന്ന് വരുന്ന വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഓടി വെള്ളത്തിന് മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. എല്ലാ ജലവും നമ്മുടെ ഭാഗമാണ്. നമ്മുടെ ജലം കല്ലടയാറിൽ നമ്മൾ തൊടുമ്പം ഗംഗയെ തൊടുന്നു, നമ്മൾ ആമസാണിനെ തൊടുന്നു. ആറിന് എടുക്കുമ്പോൾ ആറിന് അക്കരെയുള്ള ഒരു ജന്മവും ഇക്കരെയുള്ള ജന്മവും രണ്ടും രണ്ടാണ്. ഓരോ തവണയും ആറ് കടക്കുമ്പം പുതിയ ജന്മങ്ങളാണ്. അപ്പോൾ വളരെ ആദ്യകാലത്ത് വേരറ്റ് അജ്ഞാതമായ നഗരത്തിലേക്ക്
അനിവാര്യമായി പോകേണ്ട ഒരു സന്ദർഭത്തിൽ ഈ യാത്രപ്പാട്ടിൽ അങ്ങനെ വരികളുണ്ട്. വഞ്ചിയാടുക്കും വരെ അരയാലിൻ തണലിൽ നിന്നും, വഞ്ചിയാടുക്കും വരെ കൂട്ടുകാർ തണലിൽ നിന്നു, വഞ്ചിയാടുത്തപ്പോഴോ വേരെല്ലാം ഇളകുന്നുണ്ട്, തണലും ജനിച്ച നാടും വേരെല്ലാം ഇളകുന്നുണ്ട്, വഞ്ചി കടന്നപ്പോഴോ വേരെല്ലാം മുറിയുന്നുണ്ട്, ഓളത്തിൽ കഴുക്കോൽ വീണ് നെഞ്ചെല്ലാം മുറിയുന്നുണ്ട്, ഓളത്തിൽ കഴുക്കോൽ വീണ് നേരെല്ലാം പുഴയാവുന്നേ, ചാറുന്നേ മഴ ചാറുന്നേ ഉണ്ണിക്കൂ മഴ ചാറുന്നേ. ഡോക്ടർ മുരളി ഇവിടെ സരോവരം, അതൊരു ആയുർവേദിക് റിസോർട്ടാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടാണ് ആദ്യം പരിചയം, ഐക്കര ഗോപാലുള്ള വൈദ്യൻ. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കൊച്ചുനാളിൽ കുറച്ച് പഠിക്കുകയും പ്രായത്തിൽ കവിഞ്ഞ ചില ഗൗരവങ്ങളൊക്കെ അറിയാതെ വരികയൊക്കെ ചെയ്തുകൊണ്ട് മുതിർന്ന പലരുമായിട്ടും സൗഹൃദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കിഴക്കേക്കരയുടെ വന്നാൽ ഐക്കര അമ്മാവൻ്റെ കടയിൽ കയറുക, വർത്തമാനം പറയുക. എന്നോട് വലിയ വാത്സല്യമായിരുന്നു. അപ്പോൾ പഠിക്കുന്ന കാലം മുതൽ പഠിത്ത കാര്യങ്ങൾ ചോദിക്കും. പിന്നെ എൻ്റെ പലയിടത്തൊക്കെ വരുന്ന എഴുത്തുകൾ അദ്ദേഹം വായിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു വായനക്കാരനായിരുന്നു. അപ്പോൾ ആ കവിതയെപ്പറ്റിയും കഥയെപ്പറ്റിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു ആളാണെന്നുള്ള രീതിയിൽ വാത്സല്യത്തോടുകൂടി വായിച്ച് അതിനെപ്പറ്റി പറയും. പ്രബന്ധങ്ങൾ വന്നാൽ വായിക്കുകയും പിന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അത്തരം ഒരു അനുഭവമുണ്ട്. പിന്നെ എത്രയോ കൊല്ലം കഴിഞ്ഞാണ് മുരളിയെ പരിചയപ്പെടുകയും ഇങ്ങനെ സുഹൃത്തായി. ശ്രീ വിനയേന്ദ്രനെ പറ്റി ഞാൻ ആദ്യം കേൾക്കുന്നത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ട് MA പാസ്സായിട്ടുള്ള നമ്മുടെ നാട്ടിനടുത്തുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. എൻ്റെ നാട്ടിനടുത്തുള്ള ഒരു പ്രൈമറി സ്കൂളിലുള്ള അതിൻ്റെ വാർഷികത്തിനോടോ അതിൻ്റെ എന്തോ ഒരു വിശേഷപ്പെട്ട സന്ദർഭത്തിൽ ഈ മീറ്റിങ്ങിൽ വന്നിട്ട് ശ്രീ വിനയേന്ദ്രൻ സാറ് അന്ന് വളരെ മനോഹരമായിട്ട് ഒരു കവിത ഇങ്ങനെ ആലപിച്ചതിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് ഈ സാധാരണ ചലച്ചിത്ര ഗാനങ്ങളും മറ്റ് പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ കവിതാലാപനം ഇങ്ങനെ ഈ മൈക്കിൽ കൂടെ ഒക്കെ കേൾക്കുന്നത് ആദ്യത്തെ ഒരു അനുഭവം. അദ്ദേഹം അതിൻ്റെ ഒരു പ്രണേതാവായി ഇന്നും ആ കവിതാലാപനത്തോടുകൂടി മലയാള ആസ്വാദ സമൂഹത്തെ ഇപ്പോഴും അങ്ങനെ രോമാഞ്ചം അണിയിച്ചുകൊണ്ട് ഒരു കവി എന്നതിനേക്കാൾ കൂടുതൽ ഒരു ആലാപനം അല്ലെങ്കിൽ ഒരു ഗായകൻ എന്നുള്ള രീതിയിലേക്കും അദ്ദേഹം വളർന്നു വന്നിരിക്കുന്നു. എനിക്ക് എൻ്റെ വളരെ ബഹുമാനപ്പെട്ട സുഹൃത്തിൻ്റെ എൻ്റെ വളർച്ചയെ ഞാൻ വളരെ ദൂരെ നിന്നിങ്ങനെ കൗതുകപൂർവ്വം വീക്ഷിക്കുന്ന ഒരാളാണ്. വരണുണ്ടേ വരണുണ്ടേ അമ്മൻ കോലം വരണുണ്ടേ, വരണുണ്ടേ വരണുണ്ടേ അമ്മൻ കോലം വരണുണ്ടേ, മൂവന്തി അരങ്ങിൽ നിന്നേ മൂലോകം മുക്കണ്ണായേ, മുക്കണ്ണിൽ മുക്കാലങ്ങൾ പാടുന്നു പടിയുന്നു, വരണുണ്ടേ വരണുണ്ടേ അമ്മൻ കോലം വരണുണ്ടേ. കാവ്യജീവിതം ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏത് മറ്റ് വലിയ കവിയുടെയും കവിത പോരാന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ് സ്വന്തം കവിതയിലേക്ക് തിരിക്കുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണക്കാരൻ്റെ അകവും പുറവുമല്ല, അടുപ്പോ അകലോ അല്ല, പ്രത്യക്ഷ പരോക്ഷങ്ങളല്ല. സാധാരണക്കാരൻ പിന്നെ സ്വപ്നം, യാഥാർത്ഥ്യം, ജീവിതം, മരണം, ഇന്നലെ നാളെ എന്നൊക്കെ തിരിയൊക്കെ മനുഷ്യനെന്നുള്ള കൃത്രിമമായ വേർതിരിവുകൾക്ക് അപ്പുറത്തെ പ്രപഞ്ചത്തെ ഏകമായി കാണുകയും ആ ഒരു പ്രപഞ്ചത്തിൻ്റെ അതുവരെയുള്ള അടുക്ക് അഴിഞ്ഞ് പുതിയൊരു അടുക്കിലേക്ക് വരുന്ന ആണ് ഒരു വരിയിലുള്ള കവിതയാണെങ്കിലും 1,00,000 ശ്ലോകത്തിലുള്ള കവിതയാണെങ്കിലും. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ പൊതു പശ്ചാത്തലത്തിൽ നാടെന്ന് പറയുമ്പം നാട്ടിൽ മാത്രം പരിമിതപ്പെടുത്തുകയല്ല, നാട്ടുമ്പുറത്ത് നിന്ന് നഗരങ്ങളിലേക്ക് നടന്നു നീങ്ങുകയും അതിൻ്റെ വെല്ലുവിളികളും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്ന ഒരു വികാസം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഒരു കാവ്യ വ്യക്തിത്വത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. അതുപോലെ വീട് മാത്രമായിട്ടല്ല, നല്ല പ്രവാസികൾക്കാണ് വീട് എന്താണെന്ന് അറിയുന്നത്. വീട് മണ്ണും കട്ടയും അല്ലാത്ത മറ്റർത്ഥങ്ങളിലേക്കും എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഇടയ്ക്ക് പറയും, അമ്മയില്ലാത്തവർക്ക് ഏത് വീട്, ഇല്ല വീട് എങ്ങെങ്ങുമേ വീട്, കാട്ടുവഴികൾ, കടത്തിണ്ണകൾ, റെയിൽ സ്റ്റേഷൻ, സത്യാഗ്രഹ പന്തൽ, അനാഥ ശുശ്രൂഷ, അഭയാർത്ഥികൾക്കൊരു പാട്ട്, കുമാരിയിൽ സാഗര സ്നാനം, ഗെയിൽ ബലി, ഹിമവാനിലൂടെ ഏകാന്ത യാത്ര എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വഴിയിലൂടെ പോയാൽ എന്നെ മനസ്സിലാക്കാൻ വിഷമമാണ്. ചിലർ പറയും പുഴ ആറ് കൂടുതലുണ്ട്, വേറെ ചിലർ കടൽ കൂടുതലുണ്ട്, നാട്ടിൻപുറമുണ്ട്, നാടൻ ഈണമുണ്ട്, ശാസ്ത്രീയ സംഗീതമുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, പുതിയ ചിത്രകലയുടെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോരോ വഴിയല്ല, അങ്ങനെ ശാസ്ത്രബോധമുണ്ട്. അപ്പോൾ ഈ സമൃദ്ധി കൊണ്ടുവരിക. വിഴുപ്പുകളൊന്നും കഴുകി തുടങ്ങിയില്ല, ചിന്തയെങ്ങോ
കതിരുകൾ തേടി പറക്കയാണ്. ഇന്നു നിൻ വാർമുടി തുമ്പത്തു ചൂടാനിറുത്തില്ല ചെമ്പകപ്പൂ ഒന്നുപോലും.